108 ആംബുലൻസ് ജീവനക്കാർക്ക് ബോണസ് നിഷേധിച്ച് കമ്പനി. വേണമെങ്കിൽ ഓണം കിറ്റ് നൽകാമെന്നാണ് കമ്പനിയുടെ മറുപടി. GVK എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കമ്പനിയാണ് ജീവനക്കാർക്ക് ബോണസ് നിഷേധിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘവും രംഗത്ത് വന്നു. 1000-ലധികം വരുന്ന ജീവനക്കാർ ഇതോടെ പട്ടിണിയിലാണെന്നും പ്രശ്നപരിഹാരത്തിന് കമ്പനി ഉടൻ ഇടപെടണമെന്നും BMS ആരോപിച്ചു. 1300ഓളം വരുന്ന തൊഴിലാളികൾ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾക്ക് കമ്പനി നാളിതുവരെയായിട്ടും ബോണസ് നൽകിയിട്ടില്ല. ബോണസുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷൻ ഓഫീസിലും തിരുവനന്തപുരം DLA-യിലും കൊല്ലം RJNC-യിലും വെച്ച് നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും കമ്പനി നിഷേധാത്മക നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കമ്പനി പറയുന്നത് വേണമെങ്കിൽ ഒരു കിറ്റ് കൊടുക്കാം, അതായത് നമ്മളെ പ്രളയം വരുമ്പോഴും കോവിഡ് വരുമ്പോഴും സന്നദ്ധ സംഘടനകൾ നൽകിയതുപോലുള്ള ഒരു കിറ്റ് വേണമെങ്കിൽ തൊഴിലാളികൾ കൊടുക്കാം, വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിലാണ് കമ്പനി. തൊഴിലാളികൾ ബോണസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ബോണസ് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ അവകാശമാണ് എന്ന് തൊഴിലാളികൾ വാദിക്കുമ്പോഴും തൊഴിലാളി പ്രതിനിധികൾ വാദിക്കുമ്പോഴും കമ്പനി ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന തൊഴിലാളികൾ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവർമാരും അതിലുള്ള നേഴ്സുമാരും സ്വജീവൻ പണയം വെച്ചാണ് കേരളത്തിലെ എല്ലാ മേഖലയിൽ വരുന്ന ആക്സിഡൻറ്റുകളായിരുന്നാലും ശരി, അതുപോലുള്ള പ്രസവ കേസുകളായിരുന്നാലും ശരി, ഇതെടുത്ത് പൊതുജനങ്ങളെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നം ചെയ്യുന്നത്. ആ തൊഴിലാളികളെ ഓണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അച്ഛനും അമ്മയും മക്കളും ഭാര്യയും കൊച്ചുമക്കളും ഉണ്ടായിരിക്കെ അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നവരാണ് ഇവർക്ക് കൃത്യമായി പറഞ്ഞാൽ ഈ ഓണക്കാലത്ത് നൽകേണ്ട ബോണസ് നിഷേധിക്കുന്ന സാഹചര്യം, അതിന് പകരം ഓണക്കിറ്റ് നൽകാമെന്നാണ് ആ കമ്പനി നൽകുന്ന ഒരു വിശദീകരണം കൂടി. എന്നിരുന്നാൽ കൂടിയും 1000-ഓളം വരുന്ന ജീവനക്കാർ ദുരിതത്തിലാകുമ്പോൾ എന്താണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഈ ഒരു നിലപാടിന് പിന്നിൽ എന്താണ് അറിയാൻ സാധിക്കുന്നത്? വിഷ്ണു, ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ BMS ആരോപിക്കുന്നത്. GVK എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് ഈ 108 ആംബുലൻസ് സർവീസ് നടത്തുന്നത്. അവരാണ് ഇത്തരത്തിൽ ബോണസ് നൽകാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. പലതവണ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ബോണസ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് BMS ആരോപിക്കുന്നത്. BMS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി താന്നിവിള സജിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇത്തരത്തിൽ 1000-ലധികം വരുന്ന ജീവനക്കാരാണ് ഈ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ടുള്ളത്. അവരുടെ ഈ ഓണത്തിന് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ കമ്പനി എത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണുള്ളത്. ഇത്തരത്തിൽ രീതി തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ സമരപരിപാടികൾ നടത്തും. അതോടൊപ്പം തന്നെ കമ്പനി ഈ ആംബുലൻസ് ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ നഴ്സും അടങ്ങിയ ആ ഒരു ടീമിൻ്റെ അവരുടെ വേദനയെ കാണാൻ തയ്യാറാകണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഓണാഘോഷം അടക്കുമ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഈ ജീവനക്കാർക്ക് 1000-ലധികം വരുന്ന 108 ആംബുലൻസ് ജീവനക്കാർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മാത്രമല്ല അവർക്ക് ഓണക്കിറ്റ് നൽകാം എന്ന ഒരു വാഗ്ദാനം, അതായത് ഈ ചെറിയ സാധനങ്ങൾ അത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓണക്കിറ്റ്, ആ ഓണക്കിറ്റ് നൽകാം, വേണമെങ്കിൽ നൽകാമെന്നൊരു നിലപാടാണ് കമ്പനി എടുത്തതെന്നാണ് ഇപ്പോൾ കേരള പ്രദേശ് 108 ആംബുലൻസ് BMS മസ്ദൂർ സംഘ് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി താന്നിവിള സജി ജനം TV-യോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടന്നെങ്കിൽ പോലും അതിൽ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് ഇത്തരത്തിലൊരു സമരം അതിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തിയത്. കൂടുതൽ ഇനിയും ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്നും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നും ബോണസ് നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കടുത്ത സമരത്തിലേക്ക് കടക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ BMS പറയുന്നത്. നിഷേധാത്മകമായ സമീപനമാണ് ഈ ഓണക്കാലത്ത് ജീവനക്കാരോട് നൽകുന്നത്. നമുക്കറിയാം ഈ 108 ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് ഒരു ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന ഒരു വിഭാഗമാണ്. കാരണം ഏതെങ്കിലും ആക്സിഡൻറ്റ് നടന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് 108 ആംബുലൻസാണ്. ആ ആംബുലൻസിലെ ജീവനക്കാർ തന്നെ അവരുടെ ഒരു കുടുംബത്തെ പോലെ കരുതിക്കൊണ്ടാണ് അവരുടെ സ്വജീവനും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിലിരിക്കുന്ന ആളുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കും മറ്റ് സംഭവ സ്ഥലങ്ങളിലേക്കും എല്ലാം ഓടുന്നത്. ഒരു വിളിപ്പാടകലെ ഓടിയെത്തുന്ന ഒരു വിഭാഗമാണ് 108 ആംബുലൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ അതെല്ലാം പല സമയത്ത് ഇവർ കടന്നുപോയിട്ടുള്ളതാണ്. അത്തരത്തിൽ ജീവൻ്റെ രക്ഷകരായിട്ടുള്ള ഈ ആംബുലൻസ് ഡ്രൈവർ അതോടൊപ്പം തന്നെ അതിൻ്റെ നഴ്സുമാരടങ്ങിയ ജീവനക്കാർ, ആ ജീവനക്കാരെ വലയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ പട്ടിണിക്കിടുന്ന ഈ ഓണക്കാലത്ത് പട്ടിണിക്കിടുന്ന ഒരു നടപടിയാണ്
ഈ GVK എന്ന് പറയുന്ന കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് BMS ശക്തമായ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. തുടർന്നും ഇനിയും ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BMSന്റെ 108 ആംബുലൻസ് കേരള പ്രദേശ് 108 ആംബുലൻസ് സർവീസിൻ്റെ അതുമായി ബന്ധപ്പെട്ട സംഘം മസ്തൂർ സംഘ് ജനറൽ സെക്രട്ടറി താന്നിവിള സതി ജനം TV-യോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ സമരമുണ്ടാകുമെന്നും അറിയിക്കുന്നത്. ഇത് നിരവധി തവണ ചർച്ച ചെയ്തെങ്കിൽ പോലും അധികൃതർ കൂട്ടാക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി BMS മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കാൻ തന്നെയാണ് BMSും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ വ്യഥ മനസ്സിലാക്കുക, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഓണക്കാലമാണ്, മറ്റ് മാർഗമില്ല. 24 മണിക്കൂറും ഈ വാഹനത്തിൽ ചിലവഴിക്കുന്നവരാണ്, ജീവനുമായി നെട്ടോട്ടം ഓടുന്നവരാണ് ഈ ആംബുലൻസ് ജീവനക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യം ഈ ഓണക്കാലത്ത് അത് നിറവേറ്റണം. അതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ BMS മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.